കഴിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ PSC ജയിക്കാത്തത്. പല ആൾക്കാരുടെ വിചാരം അതാ, ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല, പഠിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് PSC തോക്കുന്നതെന്ന് പല ആൾക്കാരും സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. ബിക്കോസ് അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ സുഖമാണ്, പിന്നെ പണിയെടുക്കണ്ടല്ലോ. പക്ഷെ യഥാർത്ഥ റീസൺ അതല്ല. ഇപ്പൊ പല ആൾക്കാരും എന്താ പറയാ, PSC റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഭാഗ്യവാൻ, നീ ഭാഗ്യവതി, PSC ജോലി കിട്ടിയല്ലോ. പക്ഷെ ഇതിനൊരു റിയാലിറ്റി എന്താണ്? PSC ജോലി കിട്ടുന്ന ഒരാളും കിട്ടാത്ത ഒരാളും നമ്മൾ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. രണ്ടുപേരും അബദ്ധം കാണിക്കാറുണ്ട്, പല അബദ്ധങ്ങളും കാണിക്കാറുണ്ട്. പക്ഷേ ജോലി കിട്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് അബദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് റെക്ടിഫൈ ചെയ്ത ആളാണ്. മറ്റേ കാറ്റഗറിയോ, അവര് ഒരേ അബദ്ധം തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ ഒരു മാർക്കിന്റെ ഒക്കെ പേരിലായിരിക്കും പലപ്പോഴും നമുക്ക് റാങ്ക് ലിസ്റ്റ് ചെയ്യുന്ന പേര് നഷ്ടമാവുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാ, ഇത്രയും വർഷത്തെ ഒരു ടീച്ചർ എന്നുള്ള ഒരു എക്സ്പീരിയൻസിലും ഒരു സ്റ്റുഡന്റ് എന്നുള്ള എക്സ്പീരിയൻസിലും പൊതുവെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 അബദ്ധങ്ങൾ അതെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും 100% ഉറപ്പാണ്. അല്ലാതെ കഴിവില്ലാത്തത് കൊണ്ടല്ല ആർക്കും ജോലി കിട്ടാത്തത്. PSC നോക്കുന്നതും ഭയങ്കര ബുദ്ധിജീവികളെ അല്ല, ശരാശരി വിദ്യാർത്ഥികളെ മാത്രമാണ്. അപ്പോൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൽ 6ാമതായി ഞാനൊരു ബോണസ് കാര്യം കൂടെ പറയുന്നുണ്ട്. അതാണ് ഈ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ 6ാമത്തെ കാര്യം നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ആവേശത്തോടുകൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി രാവിലെ ഇവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങളുടെ ഈ മിസ്റ്റേക്സിനെ ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ ഈ മോക്ക് ടെസ്റ്റും പിന്നെ ടെലിഗ്രാം ചാനൽ വഴി തരുന്ന ഫ്രീ മെന്റർഷിപ്പും അഫോർഡബിൾ കോഴ്സസും ഒക്കെ ഉപകരിക്കപ്പെടും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. 1ാമത്തെ പ്രശ്നം, ഇത് പലരും അഡ്രസ് ചെയ്യാത്തൊരു കാര്യമാണ്, ടോക്സിസിറ്റി. ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ പല ആൾക്കാരും അവരുടെ മെന്റൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യും, അതിനോടൊപ്പം ഫിസിക്കൽ ഹെൽത്തും കോംപ്രമൈസ് ചെയ്യും. ഇത് രണ്ടും നമ്മുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വെള്ളത്തിൽ വരവരിക്കുന്ന പോലെ ഒരു ഗുണവും കാണത്തില്ല. ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി നിങ്ങൾ മാറ്റണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്സിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങളിപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ അവർ പറയും PSC പഠിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അവർ പോയി കുത്തിരുന്ന് പഠിക്കുകയും ചെയ്യും. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യം അതാണ്. സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ശക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. അതിനോടൊപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ് നല്ല ആരോഗ്യമുള്ള മനസ്സ് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അവര് ഡെയിലി ആദ്യ ദിവസം ഒരു 16 മണിക്കൂർ ഇരുന്ന് പഠിക്കും, പിറ്റേ ദിവസം ആരോഗ്യം പോയി കിടപ്പാവും. പിന്നെ മറ്റേ ആൾക്കാരുണ്ട്, വർക്കൗട്ടൊന്നും കാണത്തില്ല, ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടേ നിർത്തും. പിന്നെ നടുവേദനയായി, കാലുവേദനയായി, ഇരുന്ന് OMR ഷീറ്റ് ഫില്ല് ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ. അവസാനം പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഹിഡൻ കാര്യം. തുടക്കത്തിൽ നമുക്കൊക്കെ നിരുപദ്രവകരമായിട്ടുള്ള അബദ്ധങ്ങളാണെന്ന് തോന്നും. ഞാൻ ഇന്ന് പറയുന്ന എല്ലാം അങ്ങനെ തുടക്കത്തിൽ വളരെ ഇന്നസെന്റ് ആയ, നിരുപദ്രവകരമായ, ഹാംലെസ് മിസ്റ്റേക്സ് ആയിട്ട് തോന്നും. പക്ഷെ ഇത് ക്യുമുലേറ്റ് ചെയ്ത് കൂടി വന്ന് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാക്കും. സോ ഈ ഒരു ഇഷ്യൂ മാറ്റുക. ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം? ഡെയിലി ഒരു 10-15 മിനിറ്റ് വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. ഒരു എക്സ്ക്യൂസ് ഇല്ല കാര്യത്തിനകത്ത്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, 10 പുഷപ്പ് എടുക്കാം, മെഡിറ്റേഷൻ നടത്താം. പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരിൽ നിന്നും നമുക്കൊന്ന് മാറിയും കൂടെ നിൽക്കാം. ഒരു പക്ഷേ ഈ കാര്യം പറയുന്നത് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഒക്കെ ആയിരിക്കും. എന്നാൽ പോലും തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാൻ പറ്റണം. ഓക്കെ, ഇതാണ് 1ാമത്തെ അബദ്ധം. ഈ ഒരു ടോക്സിസിറ്റിയുടെ കടലിൽ മുങ്ങിപ്പോകാതെ സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. 2ാമത്തെ കാര്യമോ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര നല്ല എന്താ പറയുക അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ വന്നിട്ട് PSC തോക്കും. എന്നാൽ പഴയ ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെ, 10ാം ക്ലാസ്സിൽ വലിയ A+ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിലും സാധാരണ രീതിയിൽ പാസ്സായിട്ടുള്ള ആൾക്കാർ, പക്ഷെ അവർ PSC ഒരുപാട് നന്നായിട്ട് ഷൈൻ ചെയ്യും. അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഓവർ കോൺഫിഡൻസും പ്രശ്നമാണ്, അണ്ടർ കോൺഫിഡൻസും പ്രശ്നമാണ്. വാട്ട് വി വാണ്ട് ഈസ് ഒപ്റ്റിമൽ ലെവലിൽ കറക്റ്റ് പരുവത്തിൽ വേണ്ടുന്ന കോൺഫിഡൻസ്. നമുക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത പ്രശ്നമാണ്, ഒന്നും അറിയില്ല എന്നുള്ള ചിന്തയും പ്രശ്നമാണ്. കോൺഫിഡൻസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമുക്ക് ഇതിനൊക്കെയുള്ള കഴിവ് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിനൊക്കെയുള്ള ബുദ്ധിയുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടത്തിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാര്യം PSC എല്ലാ വർഷവും എക്സാം നടത്തുന്നു. നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും PSC എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റ് ഇടും.
എല്ലാ വർഷവും ആൾക്കാർക്ക് ജോലി കൊടുക്കും. അതിലൊരാളാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് കയറാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പം നമുക്കും കയറാൻ പറ്റും. അപ്പം ആത്മവിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകരുത്. ഒരിക്കലും അഹങ്കാരവും കാണിക്കല്, എന്നാൽ തീരെ ഒന്നും അറിയില്ല എന്നുള്ള മെന്റാലിറ്റി ഇരിക്കും. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, അതിലേറെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും നിങ്ങൾ 10-15 പുതിയ ഫാക്ടുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ലേണിംഗ് ആയിരിക്കണം. അതാണ് കോൺഫിഡൻസിന്റെ അടിത്തറ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഇല്യൂമിനാറ്റിയെ പറ്റി ആലോചിക്കുന്നത്. എനിക്കിടയ്ക്ക് വേണേൽ ഇരട്ടപ്പേരത് ഇല്യൂമിനാറ്റി. ട്രയാങ്കിൾ അപ്രോച്ച് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രയാങ്കിൾ അപ്രോച്ച് കേൾക്കാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. കേട്ടുള്ള ആൾക്കാർ ഇതൊരു റിവിഷനായിട്ട് കാണുക. ഇപ്പം സിലബസ് എല്ലാവരും പഠിക്കും, PSC പഠിച്ച് വേണ്ടി ഇറങ്ങുന്ന എല്ലാവരും പഠിക്കും. അത് ട്രയാങ്കിളിന്റെ ഒരു വശം മാത്രമാണ് സ്റ്റഡി. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ റിവിഷൻ നടത്തുള്ളൂ. അതാണ് ട്രയാങ്കിൾ രണ്ടാമത്തെ സൈഡ്. അതിലും കുറച്ച് ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് ചെയ്യുള്ളൂ. സോ പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തെങ്കിൽ മാത്രമേ ട്രയാങ്കിളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് 10-15 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നെങ്കിലും യഥാർത്ഥ കോമ്പറ്റീഷൻ ഒരു 10,000-15,000 ആൾക്കാർക്കിടയിൽ മാത്രമേ ഉള്ളൂ. അവരാണ് ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് PSCയുടെ തന്നെ മുൻകാല വർഷ ചോദ്യപേപ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, തകർത്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലാണോ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ പഠിച്ചങ്ങ് മറിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നിങ്ങൾ റിവിഷൻ നടത്താറുണ്ടോ? റിവിഷൻ നടത്തിയില്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൽ കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് പഠിക്കുന്നതിന് ഓർമ്മ കാണത്തില്ല. റിവിഷൻ നടത്തിയാലും കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇതിൽ ഈക്വൽ എമൗണ്ടിലാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ടിലേക്ക് മാറ്റുക. പഠിത്തം എളുപ്പപ്പണിയാണ്. റിവിഷനും പ്രാക്ടീസുമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ട്രയാങ്കിൾ അപ്രോച്ച്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാത്തതാണ് ആൾക്കാർ കാണിക്കുന്ന മറ്റൊരു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരബദ്ധം. ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇനി അടുത്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് KK+AP ആണല്ലേ. 4ാമത്തെ ഒരു അബദ്ധം കുട്ടികൾ കാണിക്കുന്നത് പുതിയ PSC പാറ്റേണിൽ പഠിക്കാതിരിക്കുന്നതാണ്. പഴയ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്ഗപ്പ് ചെയ്യുക. ഒരു റാങ്ക് ഫയൽ കാണാതെ പഠിച്ചാൽ നമുക്കൊരു ജോലി ഉറപ്പാണ്. പഴയ സിസ്റ്റത്തിൽ ഫാക്ടുകൾ മാത്രം കാണാതെ പഠിച്ചാൽ മതി. നമുക്കിന്ന് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഫാക്ടുകൾ ഓർത്ത് വെക്കാനായിട്ട്. പക്ഷെ ഇപ്പം PSC നോക്കുന്നത് തിങ്കിങ് ബ്യൂറോക്രാറ്റ്സിനെ, ചിന്തിക്കാൻ കഴിവുള്ള, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുള്ള, ആറ്റിറ്റ്യൂഡ് ഉള്ള ബ്യൂറോക്രാറ്റ്സിനെയാണ് PSC നോക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അതിന്റെ മന്ത്രമാണിത്. കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കുക. ഇതിൽ ആദ്യമേ ചെയ്യേണ്ടത് ആഴത്തിലുള്ള പഠനം തന്നെയാണ്. സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ അപ്രോച്ച് ഉപയോഗിച്ച് ആഴത്തിൽ പഠിക്കുക. പക്ഷെ എത്ര പഠിച്ചാലും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ PSCയിൽ വരും. അത് കറക്കി കുത്താനും പഠിക്കണം. കറക്കി കുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കറക്കി കുത്താണ്. കണ്ണടച്ചുള്ള കറക്കി കുത്തല്ല. ഇത് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയും. നമ്മുടെ ചാനലിലെ പരീക്ഷാ തന്ത്രങ്ങൾ എന്നുള്ള പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കുറെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രീ മാർക്കാണ്. നമുക്ക് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ കണ്ടാലും മതി. എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് പുതിയ PSC പാറ്റേണിൽ ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾക്ക് ഇവൻ ഫാക്ട് അറിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കുറച്ച് ഫാക്ട് മാത്രമേ അറിയാമെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് പഠിക്കാം. അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനം വേണം. നിങ്ങൾ ഇപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിക്കുന്ന ആൾക്കാരാണോ? റാങ്ക് ഫയൽ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. റാങ്ക് ഫയൽ മാത്രം പോരാ. നമുക്ക് ലക്ഷ്മികാന്ത്, ബിപിൻ ചന്ദ്ര, സ്പെക്ട്രം, രമേശ് സിംഗ് അല്ലെ, അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പുസ്തകങ്ങളിനകത്തെ സെലക്ടഡ് പേജ്, ഇതൊന്ന് തുടക്കുന്നതിട്ട് അവസാനം വരെ വായിക്കണ്ട. ഇതൊക്കെ റാങ്ക് ഫയലിനേക്കാളും ചെറിയ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ. റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഈ പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനോടൊപ്പം റാങ്ക് ഫയലിനകത്തെ പഠിക്കേണ്ടുന്ന ഏരിയാസ് ഇത് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, IT, പിന്നീട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉണ്ടല്ലോ, PSCയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട്, അതൊക്കെ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി തന്നെ പഠിക്കണം. അപ്പോൾ ആഴത്തിലുള്ള പഠനത്തിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കണം. അതായത് സ്മാർട്ട് വർക്കും വേണം, ഹാർഡ് വർക്കും വേണം. ചിലർ സ്മാർട്ട് വർക്ക് മാത്രം ചെയ്യും, കറക്കി കുത്തി മാത്രം പരീക്ഷ ജയിക്കാന്ന് പറഞ്ഞിരിക്കും, അവർ പൊട്ടും. ചിലർ വിചാരം ഹാർഡ് വർക്ക് കഷ്ടപ്പെട്ടാൽ മതി ജയിക്കും എന്നുള്ളതാണ്, അവരും പൊട്ടും. ഒരു യഥാർത്ഥ ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുകയും വേണം, അതിനോടൊപ്പം സ്മാർട്ടായിട്ട് ചിന്തിക്കാനും പറ്റണം. ബിക്കോസ് നമുക്ക് പ്രിപ്പയർഡ് അല്ലാത്ത ചലഞ്ചസ് ഒരു ബ്യൂറോക്രാറ്റ് അയാളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ പഠിച്ചത് മാത്രം ആൻസർ ചെയ്യുന്നുള്ള വാശി പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അപ്പം എന്ത് ചെയ്യും? നമുക്ക് ക്രൈസിസിനെ ഡീൽ ചെയ്യാൻ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടോ എന്നാണ് PSC ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ സെറ്റ് ആവും. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം സെറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ടോക്സിസിറ്റി,
മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, യെസ്. ഇനി അഞ്ചാമതായി കുട്ടികൾക്കുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുറച്ച് ഫിലോസഫിക്കലാണ്. അതായത് ക്ലാരിറ്റി ഇല്ല അവർക്ക്. അവർ എന്തിനാ പഠിക്കുന്നത് അവർക്ക് പോലും അറിയില്ല. ചിലർ വീട്ടിൽ നിർബന്ധിച്ച് അയക്കുന്നതായിരിക്കും, ചിലർക്ക് ഇതൊരു ടൈം പാസ് ആയിരിക്കും, ചിലർ എന്താ പറയാ ചുമ്മാ പഠിക്കുന്നതായിരിക്കും, ലക്ഷ്യമൊന്നും കാണത്തില്ല. കുറെ വർഷം പഠിക്കുമ്പോഴത്തേ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറി പോകും. പക്ഷെ നമുക്ക് ചെയ്യുന്ന ഒരു വർഷത്തിനകം അല്ലെങ്കിൽ 1-2 വർഷത്തിനകം റാങ്ക് ലിസ്റ്റ് കയറാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ക്ലാരിറ്റി വേണം. നിങ്ങൾ എന്തിനാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നത്? പണം സമ്പാദിക്കാനാണോ, സോഷ്യൽ റെക്കഗ്നിഷൻ ആണോ, ജനസേവനത്തിനാണോ, അല്ലെങ്കിൽ ഇതിന് എല്ലാത്തിനോട് കോമ്പിനേഷനും ആവാം. ജീവിക്കണമെങ്കിൽ പണം വേണം, സമൂഹത്തിന് അംഗീകാരം വേണം, സെക്യൂരിറ്റി വേണം, ജോബ് സെക്യൂരിറ്റി വേണം, പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ വൈ നിങ്ങൾ എന്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ക്ലാരിറ്റി കൃത്യമായിട്ട് ഉണ്ടാവണം. പിന്നെ PSC ഒരു മേഖലയുടെ കാര്യം ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം അതാണ്. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് മുക്തി വരണമെന്ന് ഒരു ക്ലാരിറ്റി വേണം. എന്താ പറയാ, ഇപ്പം PSC നിയമനം നടത്തുന്നില്ല എന്ന് പറയുന്നത്, പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നിയമനം നടത്തുന്നത് PSC കേരള PSC ആണ്. അല്ലെ PSC റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറയുന്നു, അല്ല ഡിലേ താമസം ഉണ്ടെന്ന് പറയുന്നു. LSGD പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ ഇന്നാൾ. അതിന്റെ 100-140 പേർക്കുള്ള അഡ്വൈസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. 140 ഏകദേശം അത്തരം ഗസറ്റഡ് ഓഫീസേഴ്സ് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്നും പെർഫെക്റ്റ് അല്ല, പക്ഷെ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി ഒരു 1-2 വർഷത്തിനകം PSCയിൽ നിന്ന് കിട്ടും. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. ഗവൺമെന്റ് ജോലി ആണല്ലോ നമ്മുടെ ലക്ഷ്യം, PSC നവീകരിക്കലല്ലോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയാണ് എനിക്ക് പറയാനുള്ള ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. ബോണസ് പോയിന്റ് ആറാമതായി എനിക്ക് നിങ്ങളത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഒരു നദി ഒഴുകുമ്പോൾ അത് തുടക്കത്തിൽ എന്താ പാറയിലൊക്കെ തട്ടി വളഞ്ഞു ഒഴുകും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളെടുത്ത് ഒഴുകുമ്പോൾ എന്ത് പറ്റും, പാറയിൽ കൂടെ കീറി മുറിച്ചുകൊണ്ട് ഒഴുകാൻ പറ്റും. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭയങ്കര അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ, നല്ല ബുദ്ധിജീവികൾ ഒക്കെ പലപ്പോഴും PSC പ്രിപ്പറേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല. പക്ഷെ തികച്ചും ശരാശരിയായിട്ടുള്ള വ്യക്തി വരുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ആവറേജ് വ്യക്തി മാത്രമാണ്, വലിയ ഭുജിയൊന്നുമില്ല, പക്ഷെ അയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഡെയിലി ഇന്ന് പഠിക്കുന്ന റിവിഷൻ നടത്തും, പ്രാക്ടീസ് ചെയ്യും. അയാൾ ഒരു 6-7 മാസം കൊണ്ട് ഒരു ലിസ്റ്റ് കയറി പോകുന്നു. ഇവിടെ സ്ഥിരത, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് സ്ഥിരത, ഡിസിപ്ലിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇന്നൊരു 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു, നാളെ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു, മറ്റൊന്ന് 1/2 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു. ഇതിനേക്കാൾ പവർഫുൾ എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിച്ചാലും മതി. ഇതിനേക്കാൾ പവർഫുള്ളാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റണം. ചില ആൾക്കാർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും പറ്റാറില്ല. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്ക്യൂസ് ഉണ്ട്. നിങ്ങൾ ആ സമയം വെറുതെ ഇരിക്കുമല്ലോ, വേറെ വർക്ക് ചെയ്യുവാണല്ലോ. അപ്പൊ നിങ്ങൾ തലച്ചോറ് അതനുസരിച്ച് ട്യൂൺഡ് ആയിക്കോളും. അതല്ല, നിങ്ങൾക്ക് വേറെ വർക്കും റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല, സ്റ്റിൽ നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ മാറ്റിയേ പറ്റൂ. ഓക്കെ, കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ബാച്ചസ് ആണ് ഞങ്ങളിവിടെ റൺ ചെയ്യുന്നത്. ഓണം ഓഫർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025-26 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, 10th +2 ലെവൽ എക്സാംസിനൊക്കെയുള്ള അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾക്ക് ലഭ്യമാകും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസും ഇപ്പോൾ ലൈവ് ആണ്. വളരെ അഫോർഡബിൾ ഫീസിലാണ് നമ്മൾ എല്ലാ ബാച്ചുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം ഇതാ, ക്ലാരിറ്റി കിട്ടും. ജസ്റ്റ് പഠിപ്പിച്ച് വിടുക അല്ലെങ്കിൽ സിലബസ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, അത് പഠിപ്പിക്കും. അതിനോടൊപ്പം കൃത്യമായി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഞങ്ങൾ ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ വീക്ക്നെസ്സുകളിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നു നിങ്ങളുടെ ഒരു ബലഹീനത എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ്? ഈ ലിസ്റ്റിനകത്ത് ഇല്ലാത്ത മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്യുക. അത് വെച്ച് വേണം എനിക്ക് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാൻ. കാരണം നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതനുസരിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിനകത്തല്ല ഉൾപ്പെടാത്ത മറ്റെന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ദയവായി കമന്റ് സെക്ഷൻ ഷെയർ ചെയ്യുക. ഞങ്ങളും റിസർച്ചിലാണ്. കുട്ടികൾക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടന്റ് എത്തിക്കാമെന്ന റിസർച്ചിലാണ് ഞങ്ങളും. നിങ്ങൾ ഓരോ കമന്റ്സും ഞങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആണ് കേട്ടോ. സോ ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു. താങ്ക് യു. ബൈ.